ഖബറിൽ നമ്മുടെ കൂടെ ഒരാളുമില്ല. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ പറയുന്ന എല്ലാ ആളുകളും, അത് നമ്മുടെ കുടുംബക്കാരാവട്ടെ, അല്ലാത്തവരാവട്ടെ, നാട്ടുകാരാവട്ടെ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളാവട്ടെ, മഹല്ലുകാരാവട്ടെ, ആരാവട്ടെ, ആരൊക്കെ നമ്മുടെ ജനാസയെ അനുഗമിക്കുന്നുണ്ടോ, ഇനി അനുഗമിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഇനി അനുഗമിക്കുന്നവർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു മയ്യത്തിനെ അനുഗമിക്കുന്നത് 3 കാര്യങ്ങളാണ്. 2 എണ്ണവും മടങ്ങിപ്പോരും, 1 മാത്രമേ ഖബറിൽ കൂട്ടിനുണ്ടാവുകയുള്ളൂ. ഈ 2 എണ്ണം 3 എണ്ണം ഒപ്പം പോകുമെന്ന് പറയുന്നത് എന്താണ്? കുടുംബങ്ങളും ബന്ധുമിത്രാദികളും, അതുപോലെ തന്നെ അവന്റെ സമ്പത്തിന്റെ അവകാശികളും, അതേപോലെ തന്നെ അവൻ ചെയ്ത അമലുകളുമൊക്കെ ആയിട്ടാണ് അവന്റെ മയ്യത്ത് അവനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ അവനെ പിന്തുടരുന്നത്. പക്ഷേ ഈ കുടുംബങ്ങളും ബന്ധുക്കളും അല്ലാത്തവരും ഒപ്പം വന്നവരുമൊക്കെ മടങ്ങിപ്പോരും. നമ്മുടെ ധനത്തിന്റെ ആളുകളും അവകാശികളും ഒക്കെ തിരിച്ചു പോരും. അമൽ മാത്രം ബാക്കിയാകും. ആ അമൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലല്ലെങ്കിൽ, റബ്ബിനു വേണ്ടി അല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ, അമൽ മാത്രം കൂട്ടിനുണ്ടാകുന്ന നമ്മുടെ ഖബറിൽ ആരെ പേടിച്ചുകൊണ്ട്, ആർക്ക് വേണ്ടി റബ്ബിന്റെ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതിരുന്നുവോ, മുത്തുമുസ്തഫായുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ ഭയപ്പെട്ടു നിന്നുവോ, ആരെങ്കിലും അവിടെ നമ്മുടെ കൂട്ടിനുണ്ടാകും.